ഇല്ല എന്നും അതുപോലെ തന്നെ പാരൻസിന് ഒറ്റ മകളാണെന്നും അതുകൊണ്ട് മറ്റ് ശിക്ഷ വളരെ കുറഞ്ഞ ഒരു അതായത് ഈ നിയമം അനുശാസിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണം എന്ന് മാത്രമാണ് ഗ്രീഷ്മ പറഞ്ഞത്. പിന്നെ അതിനുശേഷം പ്രോസിക്യൂഷൻ്റെ വാദം കേട്ടു, അതുപോലെ ഡിഫൻസിൻ്റെയും വാദം കേട്ടു. വാദം കേട്ടതിന് ശേഷം വിധി പറയാനായിട്ട് 20-ാം തീയതിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് ഒരു മർഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ജസ്റ്റിഫയബിൾ മർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതിൻ്റെ പ്രധാന കാരണം വീണ്ടും ഗ്രീഷ്മയ്ക്ക് ഒരു ചിന്തനമുണ്ടായിട്ട് ഒരു നന്നാവാനുള്ള ഒരു റിഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇതിൽ ഷാരോണാണ് ഇക്കാര്യത്തിൽ ഒരു സാഹചര്യ തെളിവ് അത് ഉണ്ടാക്കിയത്. അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഷാരോണാണെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരു ആരോപണം. അതായത് തീർച്ചയായിട്ടും അതായത് അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഇന്നത്തെ വാദത്തിൽ പറഞ്ഞിരുന്നു. കാരണം അതിൽ അവരൊരുമിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ചില ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നു എന്നും ആ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്തിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊരു സാഹചര്യത്തിൽ അതിന് ശ്രമിച്ചു എന്നും പിന്നെ കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മർഡർ എന്നുള്ള രീതിയിലാണ് പ്രതിഭാഗം ആരോപിച്ചത്. ജസ്റ്റിഫയബിൾ മർഡർ എന്ന് പറയുമ്പോൾ പ്രതിഭാഗം നേരത്തെ തന്നെ വിചാരണ വേളയിൽ ഉന്നയിച്ചതായതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഇല്ല, ഇന്ന് ആർഗ്യൂ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ തെളിവെടുക്കുന്ന സമയത്ത് വന്നതിലല്ലാതെ ഈ യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും തമ്മിലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെന്റാണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത്. അല്ല, ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നില്ല. ഓക്കെ സർ, ഇതിന് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഈ വാദം കഴിഞ്ഞു പോകുമ്പോൾ? വാദം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രണയത്തെ ഇല്ലാതാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. അതെ അതെ, ഇത് അങ്ങനെ ഒരു മോശം സന്ദേശം കൊടുത്ത ഒരു കൊലപാതകം എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ളത് നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്നൊരു കേസാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാവനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞു. അങ്ങനെ അതിലൂടെ ഈ ഷാരോൺ രാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ളൊരു വാദം കൂടി പ്രോസിക്യൂഷൻ അവിടെ ഉന്നയിച്ചു. താങ്ക് യു.